സഖാവ് റിയാസിന്റെ ഓർമ്മകളിൽ ഒരുപിടി കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രിയമുള്ള നാട്ടുകാരെ, സഖാവ് റിയാസ് ഇന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞുപോയി. സഖാവിൻ്റെ പാവനസ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു അനുശോചനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഇന്നിവിടെ അനുശോചന യോഗം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് യൂണിയൻ്റെ കൺവീനർ സഖാവ് MS ഇക്ബാൽ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സഖാവ് റിയാസ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ വ്യക്തിപരമായിട്ട് നല്ല വ്യക്തിബന്ധം സ്ഥാപിച്ച് എപ്പോഴും തമാശ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു സഖാവ് റിയാസ്. ആ സഖാവിൻ്റെ വേർപാട് നമുക്ക് പ്രത്യേകിച്ചും CPM-നും ഈ നാടിനും ഒരു തീരാ നഷ്ടമാണ്. ആ സഖാവിൻ്റെ വേർപാടിന് മുന്നിൽ ആദ്യമായിട്ട് ഒരു പിടി രക്തപുഷ്പം അർപ്പിച്ചുകൊണ്ട് 1 മിനിറ്റ് നമ്മുടെ ആ സഖാവിന് ഒരു മൗനം ആചരിക്കണമെന്ന്. അനുശോചന പ്രമേയം വായിക്കാനായിട്ട് സഖാവ് CIT-ന്റെ സ്റ്റേറ്റ് കൺവീനറെ ആദരവ് ക്ഷണിച്ചുള്ളൂ. സഖാക്കളെ, സഖാവ് റിയാസ് അനുസ്മരണ പ്രമേയം CPM ഹാർബർ ബ്രാഞ്ച് കമ്മിറ്റി അംഗം, പെട്ലോഡ് CIT യൂണിയൻ കൺവീനർ, ജോയിന്റ് കൺവീനർ, ട്രഷറർ, DYFI പെരുമാറ മേഖലാ ജോയിന്റ് സെക്രട്ടറി, മത്സ്യത്തൊഴിലാളി യൂണിയൻ അഡ്മിൻ ഏരിയ കമ്മിറ്റി അംഗമാണ്, ദീർഘകാലം പെരുമാറും ജമാഅത്ത് ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരോടും വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രദേശത്ത് നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു സഖാവ് റിയാസ്. കൃത്യമായ നിലപാടും അഭിപ്രായവും ഉണ്ടായിരുന്നു. അവസാനം വരെ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തെയും മുറുകെ പിടിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു. ഇന്നലെ വരെ 200ഓളം തൊഴിലാളികളുള്ള ഹാർബറിലെ പ്രവർത്തനം ഏറ്റെടുത്ത് പ്രവർത്തിച്ചിരുന്ന പ്രശംസനീയമാണ്. സഖാവിൻ്റെ വിയോഗം CPIM-നും CIT-നും ഈ നാടിനും തീരാ നഷ്ടമാണ്. നികത്താനാവാത്ത ശൂന്യതയാണ്. അത് എന്നും നിലനിൽക്കും. സഖാവ് റിയാസിൻ്റെ മരണത്തെ മരിക്കാത്ത ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ 1000 പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രമേയം അവതരിപ്പിക്കുന്നു. ഈ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇക്ബാൽ സാഹിബ്, ഇവിടെ പ്രമേയം നാരദനി സാർ, മറ്റേ വേദിയിലും ഒക്കെ ഇരിക്കുന്ന പ്രിയമുള്ള നാട്ടുകാർ, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മെ വിട്ട് പിരിഞ്ഞു പോയ റിയാസ്, അദ്ദേഹത്തിൻ്റെ തൻ്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ ജീവിതവും പ്രവർത്തനവും എന്തായിരുന്നുവെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു ദിനമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിൽ ആ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് തടിച്ചുകൂടിയ ജനങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ യുവാക്കളായിരുന്നു. അപ്പോൾ റിയാസ് എന്തായിരുന്നുവെന്ന് അദ്ദേഹത്തെ ശരിക്കും അറിയാത്തവർ ഇന്നലെ അറിയുവാൻ കൂടി ഒരു സാഹചര്യം അവിടെ ഒരുങ്ങുകയായിരുന്നു. കാരണം ആ പള്ളിയിൽ ഇത്രമാത്രം ജനങ്ങൾ ഒരുമിച്ച് കൂടിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. മരണം ഒരു യാഥാർത്ഥ്യമാണ്. അത് തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു മനുഷ്യൻ, അത് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ സത്യം എന്ന് പറയുന്ന മരണമാണ്. ആ മരണത്തെ മാറ്റിവെക്കാനോ അല്ലെങ്കിൽ സ്വപ്നം നീട്ടാനോ കുറയ്ക്കാനോ ഒന്നും ആധുനിക ശാസ്ത്രം എത്ര വികസിച്ചാലും അതിന് എന്തുമാത്രം വളർന്ന് പടർന്ന് പന്തലിച്ചാലും
ഒരു കാരണവശാലും നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ദൈവം തമ്പുരാൻ നമുക്ക് കൽപ്പിച്ച ഈ വെള്ളവും ഭക്ഷണവും അവസാന ശ്വാസവും നാം എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് തിരിച്ചു പോകാൻ കഴിയൂ. ആ അവസാന ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ജീവനായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് ആർക്കും നിൽക്കാൻ കഴിയില്ല. പക്ഷേ ആധുനിക ശാസ്ത്രം, വെന്റിലേറ്റർ, മറ്റുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കുറച്ചൊക്കെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുമെങ്കിലും യാതൊരു വിധത്തിലുള്ള ഒരു ഇടപെടലും നമുക്ക് മനുഷ്യ സഹജമായി ഒന്നും സാധ്യമല്ലാത്ത സാഹചര്യമാണ്. അദ്ദേഹം ഇവിടെ പ്രമേയാവതാരകൻ പറയുകയുണ്ടായി, ഒരുപാട് സംഘടനയിൽ ഈ പ്രസ്ഥാനമായി ചേർന്ന് വന്ന് ഒരുപാട് സംഘടന സംവിധാനത്തിലൊക്കെ നിന്ന് പ്രവർത്തിച്ച മനുഷ്യനാണ്. ഞാനുമായിട്ട് വലിയ ആഴത്തിലുള്ള ബന്ധമില്ലെങ്കിലും കാണുമ്പോൾ വളരെ സൗഹാർദ്ദപരമായി സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. രാഷ്ട്രീയം ഒരിക്കലും പ്രയാസം ഞാനുമായിട്ട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഈ സദസ്സിൽ പറയാൻ ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിന്റെ വാപ്പയുമായിട്ട് നല്ലൊരു വ്യക്തിബന്ധം പുലർത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അദ്ദേഹം ഈ സുഖമില്ലാതെ കിടപ്പിലാകുന്നതിന് മുമ്പ് വരെ സ്ഥിരമായിട്ട് പെരുമാറ ജംഗ്ഷനിൽ വന്ന് മീൻ വാങ്ങാൻ വരുമ്പോൾ ഞാൻ ഓടി ഒളിച്ചാൽ പോലും എന്നെ വിളിച്ചു നിർത്തി രാഷ്ട്രീയം പറഞ്ഞ് നമ്മൾ തെറ്റിപ്പോകുന്ന എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ഉറച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഉറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ എനിക്ക് സന്തോഷത്തോടെ പറയുന്നത്. വളരെ ഉറച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു റിയാസിന്റെ ഒപ്പ. ആ ജനിസ് അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട് എന്നതിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും ഈ രാഷ്ട്രീയത്തിന്റെ പല ഇടപെടലുകളും നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹമായി ഒന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ആ കുടുംബത്തോടൊപ്പവും ഈ പാർട്ടിക്ക് ഈ പാർട്ടിക്ക് പ്രസ്ഥാനത്തിനുണ്ടായ നഷ്ടത്തോടൊപ്പവും ഞാനും പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും ഈ പ്രസ്ഥാനത്തിനും ഉണ്ടായ നഷ്ടത്തിൽ ഞാനും എന്റെ പാർട്ടിയും പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ അനുസ്മരണ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ഇവിടെ കൺവീനറായിട്ടുള്ള സഖാവ് ഇക്ബാൽ, വേദിയിലിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ, വളരെ വിഷമം പിടിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന റിയാസിനെ നമ്മളെ വിട്ടുപോയി. എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ മരണമെന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ചില മരണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലോട്ടും പോകാറുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് ഈ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല. ഒരുപാട് പേര് ഈ ലോകത്ത് മരണപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ ഒരു അനുസ്മരണ പ്രഭാഷണം അല്ലെങ്കിൽ ഒരു അനുസ്മരണ യോഗം സംഘടിപ്പിക്കുക എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. കാരണമെന്ന് പറയുന്നത്, ഒരു അനുസ്മരണ യോഗം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ആ നാട്ടിൽ ആ മരണപ്പെട്ട വ്യക്തി ആരായിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. എനിക്ക് മുമ്പ് നേരത്തെ സംസാരിച്ചിരുന്ന INTUസിന്റെ നേതാവുമായിട്ടുള്ള സുനിലൊക്കെ പറഞ്ഞതുപോലെ നമ്മളിന്ന് ഇന്നലെ കണ്ടതാണ്. അത്രയും വലിയ ഒരു ജനക്കൂട്ടം, അത് ആ വ്യക്തിത്വം എന്നുള്ള നിലയിലാണ്. ഒരു പൊതുപ്രവർത്തകൻ മരണപ്പെടുമ്പോൾ മാത്രമാണ് ആ ഒരു സ്വീകാര്യത കിട്ടുന്നത്. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളൊരു 10 രൂപ അല്ലെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഒരു സംഭാവന ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഒരു സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നാടിന് വേണ്ടി കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത്, ആ വാക്ക് നമ്മൾ എടുത്ത് തന്നെ പരിശോധിക്കണം. സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ, ഈ പൊതുപ്രവർത്തകർക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് തന്റെ ഭാര്യയോടും കുട്ടികളോടും അവരുമായിട്ട് നല്ല രീതിയിൽ അവർക്ക് ജീവിച്ചു പോവാം. പക്ഷെ തന്റെ ആ വിലപ്പെട്ട സമയം സ്വന്തം സമൂഹത്തിനും കൂടി ഉപയോഗപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിത്വവും നമ്മുടെ സമൂഹം അംഗീകരിക്കുകയും നമ്മൾ മരിച്ചാൽ പോലും ജീവിക്കുന്ന ആളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് വിട്ടുപോയ സഖാവ് റിയാസ് എന്ന് പറയുന്നത്, അദ്ദേഹം ഈ നാടിന് വിലപ്പെട്ടവനാണെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അവിടെ തടിച്ചുകൂടിയതും നമ്മുടെ ജമാഅത്ത് പള്ളിയിൽ ആ നിസ്കാരത്തിൽ സംഘടിച്ച ആളുകളുടെ എണ്ണം വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അദ്ദേഹത്തിന് ഈ നാടിന് എത്രമാത്രം ആവശ്യമായിട്ടായിരിക്കുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ പൊതുരംഗത്ത് നിൽക്കുമ്പോഴത്തേക്ക് അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ച് അദ്ദേഹത്തെ പോയി കണ്ട കാര്യങ്ങൾ സാധിക്കുമെന്ന് പറയുന്ന എത്രയോ പേരുണ്ടാവും അല്ലെ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. റിയാസിനെ പോയി കണ്ട കാര്യം നടക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പോലും അറിയില്ല, അങ്ങനെ ഒരുപാട് വേണ്ടി പ്രതീക്ഷയും ആശ്രയമായിരിക്കാം ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത്. പൊതുപ്രവർത്തകനായിട്ട് ജീവിച്ച്
അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ട് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന പാവന സ്മരണയ്ക്ക് മുന്നിൽ ഒരുപിടി രക്തസാക്ഷി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് CPM പെരുമാത്ര ബ്രാഞ്ച് കമ്മിറ്റിയുടെ എല്ലാവിധ അന്ത്യാഭിവാദ്യവും നൽകിക്കൊണ്ട് നിർത്തുന്നു. ബഹുമാനനായ അധ്യക്ഷൻ, മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യർ, നാം ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് വളരെ യാദൃശികമാണ്. യാദൃശികമെന്നോണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മളോടൊപ്പം ജുമാനിക്കുണ്ടായിരുന്ന ആളാണ്. എൻ്റെ സഹോദരനെന്നോ ജ്യേഷ്ഠനെന്നോ ജ്യേഷ്ഠ തുല്യനെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ട് ഇവിടെ നിന്ന് പിരിഞ്ഞിരിക്കുകയാണ്. അതിൽ നാം ഇവിടെ അനുസ്മരണ സമ്മേളനം വിളിച്ചു കൊടുത്തു. അനുസ്മരണ സമ്മേളനം എന്നതിന് അപ്പുറം ഒരു അനുശോചന യോഗം എന്ന് പറയുന്നതായിരിക്കും അതിലേറ്റവും വലിയ ശരി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് തെറ്റാണെങ്കിൽ അധ്യക്ഷനെ തിരുത്താം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾക്ക് റിയാസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടത് അറിയില്ല എനിക്ക്. കാരണം ഞാൻ ഇന്ന് ഒരുപാട് അശക്തനാണ്. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു നിങ്ങളെ മുന്നിൽ റിയാസിനെ കുറിച്ച്. മനസ്സിലൊക്കെ ഒരുപാട് കരുതി കൂട്ടിയിട്ടൊക്കെ വന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളോട് പറയണം, സംസാരിക്കണം, അദ്ദേഹത്തിൻ്റെ മഹിമകൾ ഓരോന്നോ എണ്ണി എണ്ണി നിങ്ങളോട് പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വളരെ അശക്തനാണ്. കാരണം ഇന്നലെ ഉദ്ദേശം സമയം ഒരു 10-10:30 മണിയാവും. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യം എന്നെ വിളിച്ചു, ഷാജി എവിടെ നിൽക്കുന്നു? ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്. എന്താണ്? ഇന്ന് പെട്ടെന്ന് വരാം, റിയാസ്കാർക്ക് സുഹൈലൊരു വണ്ടി പറഞ്ഞു വിടണം. ഞാൻ പെട്ടെന്നൊരു ഓട്ടോയ്ക്ക് വിളിച്ചു, ഓട്ടോ പറഞ്ഞു വിട്ടു. രണ്ടാമത് 1 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോൾ താച്ചി വിളിക്കുന്നു. സ്നേഹത്തോടെ ഞങ്ങൾ താച്ചി എന്നാണ് വിളിക്കാറ്. റിയാസ് എന്നോ റിയാസിക്ക എന്നോ ഒരിക്കലും അദ്ദേഹത്തെ ഞങ്ങൾ അഭിസംബോധന ചെയ്യാറില്ല. ഹാർബറിൽ നമ്മളോടൊപ്പം പണിയെടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതായിരിക്കും. താച്ചി എന്തെന്ന് പെട്ടെന്ന് വാടാ, കാറും എടുത്തിട്ട് പെട്ടെന്ന് വാടാ, എനിക്ക് വയ്യ, എനിക്ക് നെഞ്ചുവേദനയാണ്. അപ്പോൾ തന്നെ കാര്യം എനിക്ക് മനസ്സിലായി. താച്ചയെ കാറ് വർക്ക്ഷോപ്പിലാണ്, ബാറ്ററി കംപ്ലൈൻ്റ് ആണ്ട് കമ്പനി കൊണ്ടുപോയി, നാളെ കിട്ടത്തുള്ളൂ. ഓട്ടോ വരുന്നുണ്ട്, നിങ്ങൾ അതിൽ ഹോസ്പിറ്റലിൽ ഇറങ്ങി ഞാനും എത്താം. ഞാനും 1-1.5 മിനിറ്റോ നമ്മുടെ നജീബ് സാഹിബ് കണ്ടു ഞാൻ പോകുന്ന പോക്ക് കൊണ്ട് ഞാനും സിറ്റി ആശുപത്രിയിലെത്തി. അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് പുറത്തെടുത്തു. ആംബുലൻസ് നമ്മുടെ ഭാഗ്യദോഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ ചെറിയങ്കിഴി പൊങ്കാലയായിരുന്നു. ആംബുലൻസുകളെല്ലാം അവിടെയായിരുന്നു. ഏകദേശം 1/4 മണിക്കൂറോളം നമുക്കവിടെ സമയം പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് ഓട്ടോയിൽ തന്നെ നമ്മൾ പെരുമാതുറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. രണ്ടാമത് ആംബുലൻസ് വന്നു. ആംബുലൻസിൽ കയറ്റി ഞാനും നമ്മുടെ അൻവർ സാഹിബ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ നിങ്ങളോട് പറയുന്നതിൽ തന്നെ വളരെ സങ്കടമുണ്ട് എനിക്ക്. കൊണ്ടുപോയി എന്താ ഭാഗ്യദോഷം എന്ന് പറയാം, അതല്ലെങ്കിൽ പടച്ചവൻ്റെ തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കൂടുതലൊന്നും അദ്ദേഹത്തിനെ കുറിച്ച് പറയാനില്ല. എന്താവശ്യത്തിനുണ്ടായിരുന്നെങ്കിലും ഞാൻ സാധാരണ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ടാണ് കയറി ചെല്ലുന്ന. വീട്ടിലേക്ക് താച്ചി എന്ന് വിളിച്ചിട്ട് കയറി ചെല്ലും. അത് നമ്മളെ താഹ സാഹിബൊക്കെ നേരിട്ട് അറിഞ്ഞ ആളാണ്. ഇപ്പൊ പച്ചക്കറി കൃഷി നടത്തിയിരുന്ന സമയത്തും കടപ്പുറത്തിരുന്ന വീട്ടിൽ കറിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി എടുത്തുകൊണ്ട് പോയതാണ്. ഇന്നലെ മഗ്‌രിബിനോടുകൂടി അദ്ദേഹത്തിന്റെ മയ്യിത്ത് നമ്മൾ കബറടക്കി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് ചെന്നപ്പോൾ, കാരണം വല്ലാതെ അശക്തനായിരുന്നു, ഞാൻ ക്ഷീണിതനായിരുന്നു, രാവിലെ മുതൽ പോയതാണ്. വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ എന്നോട് പറയുകയാണ്, ഫ്രണ്ടിൽ കൂടി വന്നിട്ട് വിളിക്കും, ഡേ ഷാജി, റംസി, അതല്ലെങ്കിൽ ഫ്രണ്ടെന്ന് വിളി കേട്ടില്ലെങ്കിൽ ബേക്കിൽ കൂടി കയറി വരും. ഒരു തടസ്സമില്ലായിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ വീട്ടിൽ എപ്പോഴും കയറി വരാമായിരുന്നു. ആ ഒരു ബന്ധമായിരുന്നു ഞാൻ അദ്ദേഹം തമ്മിൽ. ഒരുപക്ഷെ സഹോദര സ്നേഹത്തിനെക്കാട്ടി ഏറ്റവും വലിയ ബന്ധമായിരിക്കാം സുഹൃത്ത് ബന്ധം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴും സുഹൃത്ത് ബന്ധങ്ങൾ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം അടുക്കളയിൽ കൂടി കയറി വരുമായിരുന്നു. എൻ്റെ ഭാര്യ എന്നോട് പറയുന്നു, ഇനി ആരാ കയറി വരുന്ന അടുക്കളയിലൂടെ? ഒരാഴ്ചയിൽ എങ്ങനെ പോയാലും 2-3 ദിവസം അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമായിരുന്നു. ഇനി ആരാ വരുന്നത് അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. കൂടുതലൊന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ അനുശോചന യോഗം ഇതിൽ ദുഃഖിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നത് നിർത്തുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാനികളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ
അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകന്റെ അതുപോലെ ഒരു സഖാവിൻ്റെ അപ്രതീക്ഷിതമായ നിയോഗമാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഇവിടെ ഈ നിലയിൽ ഒരുമിച്ചിരിക്കാൻ ഇടയാക്കിയത്. സഖാവ് റിയാസ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഊർജ്ജസ്വലനായ ഒരു ഉത്തമനായ ഒരു സഖാവായിരുന്നു. കമ്മിറ്റിയിലായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ യൂണിയന്റെ പ്രവർത്തനങ്ങളിലായിരുന്നാലും അതുപോലെ നമ്മുടെ നാട്ടിലെ പൊതുവായ കാര്യങ്ങളിലെല്ലാം പ്രത്യേകിച്ചും ഇന്ന് ഞാൻ നമ്മുടെ കാർഷിക കൂട്ടത്തിൻ്റെ അവരുടെ ആ ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ നോക്കി. യഥാർത്ഥത്തിൽ ഈ ഇത്രയും വളരെ നല്ല നിലയിൽ കാർഷിക മേഖലയിൽ പെരുമാതുറയിൽ, അതാണ് നമ്മൾ പലപ്പോഴും കാർഷിക രംഗത്ത് പെരുമാതുറയിൽ ഇത്രയും മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ ആരും കരുതിയവരല്ല. എന്നാൽ നമ്മുടെ മണ്ണിന് അനുയോജ്യമായ നിലയിൽ അത് കൃഷി ചെയ്ത് വിളവുൽപാദിപ്പിക്കാം എന്ന് തൻ്റെ അധ്വാനത്തിലൂടെ തെളിയിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് റിയാസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ശാർക്കര ക്ഷേത്രത്തിൽ അവിടെ ഒരു ഉത്സവമായിരുന്നു. അപ്പോൾ ഈ പോലീസും എല്ലാം ഏതാണ്ട് കരുതംകുളം, ചിറയൻകീഴ്, കടയ്ക്കാവൂർ, ആറ്റിങ്ങലൊക്കെയുള്ള പോലീസും DVSP അടക്കം അവിടെ എത്തുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിവരം എന്നെ വിളിച്ച് അറിയിക്കുന്നു. വളരെ യഥാർത്ഥത്തിൽ വളരെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള, കാരണം വളരെ ചുരുങ്ങിയ ഇപ്പോഴത്തെ നമ്മുടെ ശരാശരി ഒരു മനുഷ്യായുസ് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇനിയും ജീവിതത്തിൻ്റെ എത്രയോ കാലഘട്ടം മുന്നേറേണ്ടുന്ന ഒരു കരുത്തനായ ഒരു വ്യക്തിത്വമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തുമ്പോഴേക്ക് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ ഉള്ള ഒരു മറ്റ് നടപടിക്രമങ്ങൾ, പോലീസിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വന്നു. അതെല്ലാം നടത്തി നമ്മൾ ഏതായാലും ഇന്നലെ തന്നെ നമുക്ക് പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ സാധിച്ചു. നമ്മുടെ CITU യൂണിയനെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചും ഏറ്റവും വലിയ ഒരു കനത്ത നഷ്ടമാണ് പെരുമാതുറയിൽ എന്ന് മാത്രമല്ല നമുക്ക് ആകെ ഇത്രയും ഊർജ്ജസ്വലനായ, വളരെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എല്ലാവർക്കും ഒരു സഹായിയായി, ഒരു അത്താണിയായി, ഒരു സഹോദരനെ പോലെ പെരുമാറുന്ന, ഒരു നിഷ്കളങ്കത്വത്തോടുകൂടി പെരുമാറുകയും എല്ലാവരുടെ വിഷയങ്ങളിലും വളരെ തന്മയത്വത്തോടുകൂടി പെരുമാറുകയും ചെയ്തിരുന്ന സഖാവിൻ്റെ വിയോഗം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നമുക്ക്, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാവി ജീവിതത്തെ ബാധിക്കാത്ത നിലയിൽ നമുക്ക് അവരെ നമുക്ക് സഹായിക്കാൻ കഴിയുന്നത്, അവരെ മറ്റ് സഹായങ്ങൾ നൽകിയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുന്നത്. അതൊക്കെ നമ്മുടെ നാട്ടിലെ സംഘടനകളും പ്രത്യേകിച്ചും നമ്മുടെ പാർട്ടിയും അതുപോലെ തന്നെ CITU ഒക്കെ ആലോചിക്കും. അദ്ദേഹത്തിൻ്റെ ദുഃഖസാന്ദ്രമായ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടത്തിൽ
CPIM-ന്റെ പേരിലുള്ള അനുശോചനം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് ഇക്ബാൽ, അതുപോലെ ഈ അനുശോചന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സഖാവ് സുഭാഷ്, വേദിയിലിരിക്കുന്ന പാർട്ടിയുടെയും CITയുടെയും നേതാക്കളെ, പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ലോക്കൽ കമ്മിറ്റിയിലെ തന്നെ സൗമ്യനായ ഒരു സഖാവായിരുന്നു. പലപ്പോഴും മുൻകാലങ്ങളിൽ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി ആ സഖാവിൻ്റെ വീട്ടിൽ വെച്ചാണ് കൂടുമായത്. ഇവിടെ ഈ CITയുടെ ഒരു ഓഫീസ് നിർമ്മിച്ചതിന് ശേഷമാണ് നമ്മൾ കമ്മിറ്റി ഇവിടെ കൊടുത്തിരുന്നത്. ഏത് കാര്യവും വളരെ സൗമ്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അപൂർവം സഖാക്കൾ ഒരാൾ എന്നുള്ള നിലയിൽ വളരെ സ്നേഹം, നമ്മളോടെല്ലാം സ്നേഹമായും തിരിച്ച് നമുക്കും സ്നേഹമുണ്ടായിരുന്ന ഒരു സഖാവ് നഷ്ടപ്പെട്ടത് നമ്മുടെ പാർട്ടിയെയും CITയെയും സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു അവസരങ്ങളിൽ പാർട്ടിയുടെ വലിയൊരു നഷ്ടം, ആ കുടുംബത്തിൻ്റെ ഒരു വലിയ നഷ്ടം. ഈ അവസരത്തിൽ കൂടുതൽ സംസാരിക്കാമെന്ന് എനിക്ക് കണ്ടുവരിക. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. സഖാവിൻ്റെ നിര്യാണം മൂലം ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിലും നമ്മുടെ പാർട്ടിക്കും CITനും ഉണ്ടായ നഷ്ടത്തിലും പങ്കെടുത്തുകൊണ്ട് ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. സ്നേഹ ബഹുമാനിയായിട്ടുള്ള യുവാധ്യക്ഷൻ, പ്രിയപ്പെട്ട സഖാവ് ഇക്ബാൽ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് സുഭാഷ്, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് വ്യാസം, മെമ്പർമാർ, മറ്റ് ബഹുമാന്യരായ പ്രിയപ്പെട്ട സഖാക്കൾ, സഖാവ് റിയാസ് ഇന്നലെ നമ്മെ വിട്ടുപിരി. വളരെ സജീവമായി നമ്മളോടൊത്ത് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന സഖാവ് റിയാസ് ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഈ പ്രദേശത്ത് നമ്മുടെ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്നതിന് അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി കൂടി ആയിരുന്നു. CITയുടെ ഈ പ്രദേശത്തെ തൊഴിലാളി വർഗ ചുമട്ടുതൊഴിലാളി രംഗത്തും അദ്ദേഹം കൺവീനറും ജോയിന്റ് കൺവീനറുമായിട്ട് നേരത്തെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഇന്ന് രാവിലെ ഞാനും നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പഴയകാല കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഈ പ്രദേശത്ത് വളരെ സജീവമായി പ്രത്യേകിച്ചും ചെറുപ്പക്കാരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്നതിൽ നിറ സാന്നിധ്യവും സൗമ്യ മുഖവും തൻ്റെ നിശ്ചയദാർഢ്യം എടുക്കുന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിച്ച ഒരു മാതൃകാപരമായ ഒരു സഖാവായിരുന്നു സഖാവ് റിയാസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വളരെ SFIയുടെ സജീവ പ്രവർത്തകയായിരുന്നു അവർ. അങ്ങനെ നമുക്ക് ഈ പ്രദേശത്ത് നമ്മുടെ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതും DYFI കെട്ടിപ്പടുക്കുന്നതും ചുമട്ടുതൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതും അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്ന പ്രിയ സഖാവ്, ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് സഖാവ് റിയാസ് നമുക്ക് എന്നേക്കും നഷ്ടം തന്നെയാണ്. ആ സഖാവിൻ്റെ പാവനമായ സ്മരണയ്ക്ക് മുന്നിൽ ഒരായിരം രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. നിർത്തുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയരെ,
റിയാസിനെ സംബന്ധിച്ച് നമ്മൾ ആരോടും ഒന്നും പറയേണ്ടതില്ല. എല്ലാവർക്കും സുപരിചിതനാണ് സഖാവ് റിയാസ്. ഇവിടുത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സംഘടനകളിൽ എല്ലാ മേഖലയിലും തൻ്റെതായ കരുത്ത് തെളിയിച്ചിട്ടാണ് അദ്ദേഹം വിടവാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ അകാലത്തിൽ ഉള്ള ആ വേർപാടൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട അംഗങ്ങളെ, നമുക്കറിയാം നമ്മുടെ റിയാസ് നമ്മളെ വിട്ടുപോയത് ഇന്നലെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അനുസ്മരണ മീറ്റിംഗാണ് നമ്മളിന്ന് വിളിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ രാഷ്ട്രീയ, നേരത്തെ പറഞ്ഞ സഖാവ് പറഞ്ഞ പോലെ രാഷ്ട്രീയ, സാമുദായിക നമ്മുടെ കാര്യങ്ങളിലും നമ്മുടെ പ്രദേശത്തിൻ്റെ വികസന കാര്യങ്ങളിലും എല്ലാം നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച സഖാവാണ്. പെട്ടെന്നുണ്ടായ വേർപാടിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അനുശോചനം രേഖപ്പെടുത്തി. വേദിയിലും സദസ്സിലുമുള്ള സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നലെ രാവിലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, കഴിഞ്ഞ 25 വർഷം അല്ല അതിലേറെയായി പെരുമാതുറയിലെ പൊതുജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സാമുദായിക ജീവിതത്തിലുമെല്ലാം നിറഞ്ഞു നിന്ന 55 വയസ്സാണെന്നുള്ളത് നമ്മൾ വിചാരിച്ചൊരു 40 വയസ്സിൽ താഴെ കാണുന്നുള്ളതാണ്. അത്രയ്ക്കും ഊർജ്ജസ്വലനായ, മനുഷ്യസ്നേഹിയായ ഒരു ചെറുപ്പക്കാരനെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ ഞെട്ടലിലാണ് നമ്മൾ ഓരോരുത്തരും. സുഭാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കിനി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുക എന്നതോടൊപ്പം നടുക്കടലിലായിപ്പോയ ആ കുടുംബത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, സഖാവിൻ്റെ വേർപാട് അവർക്ക് ദുഃഖം തന്നെയാണ്. പക്ഷേ ആ 2 മക്കളെയും ആ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സഖാവ് പറഞ്ഞു. അത്തരം പ്രവർത്തനങ്ങളിൽ നമുക്ക് കൂടുതൽ ശക്തിയായിട്ട് മുന്നോട്ട് പോകാം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ തിരുവനന്തപുരം ജില്ലാ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്കുള്ള യൂണിയനുള്ള അനുശോചനം അറിയിക്കുന്നു. അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് ഇക്ബാൽ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യർ, ഇന്നലെ വരെ നമ്മോടൊപ്പം പ്രവർത്തിച്ച സഖാവ് റിയാസ്, ഡിവൈഎഫ്ഐ പ്രവർത്തകനായി ഈ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സഖാവ്, അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തന രീതി കൊണ്ടാണ് നമ്മുടെ ഈ പ്രദേശത്തെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുവാനും തൊഴിലാളി സംഘടനയിൽ അംഗമായി പ്രവർത്തിക്കുകയും അദ്ദേഹം ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തികൾ കൊണ്ടാണ് നാം ഇന്ന് ആ സഖാവിനെ കുറിച്ച് ഓർമ്മിക്കുവാനുള്ള ഒരവസരം ഉണ്ടായി. നമ്മൾ ഈ സമൂഹത്തിൽ ജനിച്ച് വളർന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മകൾ, നല്ല പ്രവൃത്തികൾ നമ്മളെ എക്കാലവും സമൂഹം ഓർമ്മിക്കപ്പെടുന്നതാണ്. മാന്യമായ സ്വഭാവവും മാന്യമായ ഒരു വ്യക്തിത്വവും ആ സഖാവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തെ നേതൃത്വ നിരയിൽ നിന്ന് നയിക്കുവാനും ആ സഖാവിന് കഴിഞ്ഞിട്ടുണ്ട്. ആ സഖാവ് വിവിധ മേഖലകളിൽ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലായിരുന്നാലും യുവജന പ്രവർത്തകൻ എന്ന നിലയിലായിരുന്നാലും അതുപോലെ തന്നെ CIT പ്രസ്ഥാനത്തിൻ്റെ തൊഴിൽ മേഖലയിൽ തന്നെ ആ സഖാവ് മാന്യമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ സഖാവിൻ്റെ നഷ്ടം നമ്മുടെ CIT പ്രസ്ഥാനത്തിന് തീരാത്ത നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് CITൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. രാഷ്ട്രീയ നേതാക്കൾ സഖാവ് റിയാസിനെ അനുസ്മരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ മെഡിക്കൽ കോളേജിൽ രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കൂട്ടിരിപ്പുകാരെ സംവിധാനം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ റെഡ് കെയർ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. അതിൻ്റെ കെട്ടിടത്തിൻ്റെ സാമ്പത്തികം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് സ്ക്രാപ്പിൻ്റെ ഒരു പരിപാടി, ഈ
ആക്രിപ്പിറക്കി സ്വത്ത് സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതാക്കള്, ഇവിടെയുള്ള പ്രാദേശിക നേതാക്കള് വീടാന്തരം പോകുമ്പോൾ സഖാവ് റിയാസിന്റെ അടുത്ത് എത്തിയപ്പോൾ സഖാവ് റിയാസ് അവിടെയുള്ള എല്ലാ സാധനങ്ങളും പേപ്പറും എല്ലാം എടുത്തു കൊടുത്തിട്ട് പുള്ളി ഓടിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടർ, പുള്ളിക്ക് പകരം ഒരു സ്കൂട്ടർ വന്നപ്പോൾ ആ ഓടിച്ചുകൊണ്ടിരുന്ന പഴയ സ്കൂട്ടർ എനിക്ക് തോന്നുന്നു ഒരു 12,000 രൂപ 14,000 രൂപയ്ക്ക് വിൽക്കാനായിട്ട് വെച്ചിരുന്നതാണ്. അത് കൊടുത്തിട്ട് അത് എടുത്തോളാൻ പറഞ്ഞു. അത് എടുത്തോളാൻ പറഞ്ഞപ്പോൾ അത് ഇത് സ്ക്രാപ്പ് സ്വീകരിക്കാൻ പോയവർ പറഞ്ഞത് അത് വേണ്ട, അതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. നാളെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ആരൊക്കെ പോകേണ്ടി വരും, അവർക്കൊക്കെ ഒരു നല്ല ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അത് കാര്യമാക്കണ്ട, അത് നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അത് വളരെ കർശനമായിട്ട് അത് കൊടുത്ത് അത് അത്തരത്തിൽ സഹായിച്ച ഒരു വ്യക്തിത്വമായിരുന്നു സഖാവ് റിയാസ്. ഒരു ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് അത് കിട്ടാതെ വരുന്ന ഒരു സന്ദർഭമുണ്ടായാൽ, എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അവിടെ ശക്തമായി ഇടപെട്ടുകൊണ്ട് ആ ആളിന് അത് കിട്ടേണ്ടതല്ലേ. ആര് ഭരിക്കുന്നു, എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല. ഒരാൾ നമ്മളെ സമീപിക്കുന്നത് നമ്മളത് നേടിക്കൊടുക്കും എന്നുള്ള ആഗ്രഹത്തിലല്ലേ. അപ്പൊ അത് നേടിക്കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ, നമ്മുടെ കടമയില്ലേ എന്നുള്ള രീതിയിൽ വളരെ കർക്കശത്തോടു കൂടി ഇടപെട്ടിരുന്ന ആ ഒരു വിഷയത്തിൽ എല്ലാവരെയും ഇടപെടുത്തിയിരുന്ന ഒരാളായിരുന്നു സഖാവ് റിയാസ്. ആ സഖാവിന്റെ പെട്ടെന്നുണ്ടായ വിയോഗം എല്ലാവരെയും വല്ലാതെ, നാട്ടിലുള്ള രാഷ്ട്രീയ വേദനയെ എല്ലാവരെയും, പ്രത്യേകിച്ച് CPM നമ്മുടെ പ്രസ്ഥാനത്തിന് തീരാ നഷ്ടം തന്നെയാണ്. ആ സഖാവിന്റെ ഈ വിയോഗം നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോഴും ആ സഖാവിന്റെ ആ വേർപാട്, ആ ഉണ്ടായ വിടവ്, നമ്മൾ ആ സഖാവിന്റെ നന്മയായ പ്രവർത്തനം ഉൾക്കൊണ്ട് അതിന്റെ ബാക്കി ഭാഗം ആയി മുൻപോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ആ സഖാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാനീയ അധ്യക്ഷൻ സഖാവ് MS ഇക്ബാൽ, ജനസേവന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് R സുഭാഷ്, ഈ പരിപാടിയിൽ വളരെ നേരത്തെ 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് മുന്നേ എത്തിയിട്ടുള്ള CITU, INTUC, ഇവിടെ മുഴുവൻ തൊഴിലാളികളെ, ILC നേതാക്കന്മാരെ, CPM നേതാക്കന്മാരെ, പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഒരു അനുശോചനം എന്നതിന് ഒരാളുടെ വേർപാട്, മരണം എല്ലാവർക്കും എത്തും എന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ല. എല്ലാ മനുഷ്യരും, ജീവിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും മരണപ്പെടുമെന്നുള്ളതും സത്യമാണ്. ചില മരണങ്ങൾ ആൾക്കാരെ വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു മരണമായിരുന്നു സഖാവ് റിയാസിന്റെ ഇന്നലത്തെ മരണം. സഖാവ് റിയാസ് മരണപ്പെടുന്നതിന് മുൻപ് 10 മിനിറ്റ് മുമ്പ് പോലും സംസാരിച്ചിരുന്ന നമ്മുടെ ഒരു പ്രിയ സുഹൃത്തായിരുന്ന നമ്മുടെ ഷാജിയെയാണ് ആദ്യം വിളിക്കുന്നത്. അപ്പൊ ഇവിടെ രാഷ്ട്രീയമല്ല, മനുഷ്യ നന്മയാണ്. അയാളും INTC-കാരനും CIT-കാരനും തമ്മിലുള്ള ഒരു ബന്ധം, അതേപോലെ കക്ഷി രാഷ്ട്രീയമില്ല, ഇവിടെ മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇപ്പൊ തന്നെ ആദ്യമായി ഇവിടെ ഇങ്ങനെ റിയാസിനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് കൂടെ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഷാജിയാണ് കൂടെ കൊണ്ടുപോകുന്നതെന്ന് പറയാം. അപ്പം ഷാജിയാണ് ഞാൻ ആദ്യം വിളിക്കുന്നത്. ഷാജിയെ വിളിക്കുമ്പോൾ ഷാജിക്ക് ഇങ്ങനെ നിരവധി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഷാജിക്ക് ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. പിന്നീട് നോക്കുമ്പോൾ അതാണ് ആദ്യം വിളിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന പ്രസ്ഥാനം തന്നെ, നമ്മുടെ ആൾക്കാർ തന്നെ നമ്മൾ സഹായിക്കുന്നില്ല. മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനിക്കായിരുന്നാലും ഒരു കോൺഗ്രസ്സുകാരനിക്കായിരുന്നാലും സുഹൃത്ത് ബന്ധങ്ങൾ വളരെ വലുതാണ്. അത്തരത്തിലുള്ള ഒരു സുഹൃത്ത് ബന്ധം വെച്ച് സൂക്ഷിച്ചു പോയ വ്യക്തികളിൽ ഒരാളായിരുന്നു സഖാവ് റിയാസ്. റിയാസ് ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബാംഗമായിരുന്നു. കെട്ടാറമാവെന്ന് അറിയപ്പെടുന്ന ഈ മേഖലയിലെ വളരെ പാരമ്പര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ അദ്ദേഹം തന്നെ വലിയ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും ആയിരുന്ന സഖാവ് റഷീദ് സഖാവിന്റെ മകനായി അതേ പ്രസ്ഥാനത്തെ അതേപടി ഉൾക്കൊണ്ടുകൊണ്ടും ആ പ്രസ്ഥാനത്തിന് വേണ്ടി നന്നായി പ്രവർത്തിച്ചുകൊണ്ടും ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം.
ആ ജീവിതത്തിൽ പെട്ടെന്ന് മുന്നിൽ നേരത്തെ അസുഖം ഉണ്ടായിരുന്നതായിട്ട് അദ്ദേഹം മരണപ്പെടുമ്പോഴാണ് എല്ലാവരും ചോദിക്കുന്നത് അദ്ദേഹം നേരത്തെ അസുഖം ഉണ്ടായിരുന്ന ആളാണോ, രോഗിയായിരുന്നോ, എന്ത് സംഭവിച്ചു എന്ന് ഒരു പിടുത്തവും ഇല്ലാത്ത നിലയിൽ പെട്ടെന്ന് നിമിഷങ്ങൾ കൊണ്ട് വിളിക്കുകയും അയാൾ തൊട്ട് മുമ്പ് എനിക്ക് നെഞ്ചുവേദനയാണെന്ന് ഷാജാന്റെ അടുത്ത് പറഞ്ഞേ ഷാജാൻ പറയുന്നില്ലേ, അവിടെ വിളിക്കും, അവിടെ എത്തുന്നു. ചിറയെങ്കിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വഴിയിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോയി എന്ന് കൂടെ കൊണ്ടുപോയവർക്ക് ഏകദേശം ബോധ്യമായിട്ടും അത് ഉറപ്പുവരുത്താൻ വേണ്ടി ആശുപത്രിയിൽ കയറ്റി. പിന്നെ അതിൻ്റെ ബാക്കി പോലീസും പേപ്പറും എല്ലാം കുറച്ച് വൈകിയെങ്കിലും ഇന്നലെ മഗ്‌രിബിന് മുമ്പ് തന്നെ തടക്കാൻ കഴിഞ്ഞതിലും നിങ്ങളുടെ എല്ലാവരുടെയും ആ കുടുംബത്തിന്റെയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും നഷ്ടത്തിൽ ഞാനും പങ്കുചേരുന്നു. എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. റിയാസൊക്കെ കൺവീനറായിരിക്കുന്ന സമയത്ത് പലപ്പോഴും INTC-യുമായിട്ടും CIT-യുമായിട്ടും ഒരുപാട് പ്രാവശ്യം ഇവിടെയുള്ള പല സഖാക്കൾക്കും അറിയാം. നമ്മൾ സംയുക്തമായിട്ടുള്ള കമ്മിറ്റി റിയാസൊക്കെ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. അതിന് വേണ്ട തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മുടെ ഈ പ്രദേശത്തിന്റെ എന്ത് കാര്യങ്ങളായിരുന്നാലും റിയാസൊക്കെ മുന്നിട്ട് നിന്നിട്ടുണ്ട്. വടക്കേട്ട് തോപ്പ് വരെയും അക്ഷയ യൂണിറ്റും അത് അവിടുത്തെ പേരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് റിയാസുകാരുടെ പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. ഈ നാടിന്റെ ഒരുപക്ഷെ മാറ്റങ്ങൾ ആരംഭിച്ചു തുടങ്ങിയ നമ്മുടെ വടക്കത്ത് റോഡ് ഇടുന്ന കാര്യങ്ങളായിട്ടൊക്കെ ആയിരുന്നു അവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ മറ്റെല്ലായ്പ്പോഴും റിയാസുകാർ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ നാടിന്റെ മുടിച്ചായ തന്നെ മാറ്റിയെടുക്കുന്നതിന് ഒരുപാട് പങ്കുവഹിച്ച ആളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. റിയാസുകാരുടെ ഭരണത്തിന് ഒരുപാട് നിങ്ങളോട് അനുശോചനം അറിയിച്ചു. നമസ്കാരം. ഞങ്ങളുടെ അധ്യക്ഷൻ NTC തൊഴിലാളി സുഹൃത്തുക്കള്, CIT തൊഴിലാളി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, റിയാസ് നമ്മളെ വേർപിരിഞ്ഞു. ഇതിൽ എനിക്ക് മുമ്പ് സംസാരിച്ച പറഞ്ഞതുപോലെ ആ കുടുംബത്തെ സംരക്ഷിക്കുകയും ആ സഖാവിൻ്റെ ലക്ഷ്യങ്ങൾ ഈ എന്നെ കാണുമ്പോഴും എന്നെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ സംസാരിക്കുന്ന നാടിൻ്റെ പൊതു കാര്യങ്ങളാണ്. മിനിഞ്ഞാന്ന് വൈകുന്നേരം കാണുന്ന കാര്യം എൻ്റെ അടുത്ത് വ്യക്തിപരമായ ഒരു കാര്യങ്ങളും ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. പൊതു കാര്യങ്ങളാണ്, നാടിൻ്റെ വികസനം, പൊതു കാര്യങ്ങൾ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് റിയാസ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റിയാസിനോട് ഉള്ള കടപ്പാട് എന്ന് പറയുന്നത് നമ്മൾ ഈ തുടങ്ങി വെച്ച ഈ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടോ അത് പൂർത്തീകരിക്കുക, ഭാവിയിലും വരും തലമുറയ്ക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ വെച്ചിട്ടുണ്ട്. റിയാസിൻ്റെ വാപ്പ റഷീദ് സാഹിബ് കയർ തൊഴിലാളികൾക്ക് വേണ്ടി ശക്തനായ ഒരു പോരാളിയായിരുന്നു. കയർ സമരങ്ങളിലൂടെ, തൊണ്ടിൻ്റെ സമരങ്ങളിലൂടെ ഏറ്റവും മുന്നിൽ നിന്ന് നല്ലൊരു പോരാളിയായിരുന്നു. ആ ഊർജമാണ് സഖാവിന് റിയാസിന് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് അദ്ദേഹത്തിനോടുള്ള കടപ്പാടെന്ന് പറയുന്നത് ഈ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ആ സഖാവിൻ്റെ വിയോഗത്തിൽ എല്ലാവർക്കും വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ അനുശോചന യോഗം അവസാനിച്ചു.